എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലൻ കിണ്ണത്തപ്പമായിട്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കിണ്ണത്തപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. നമ്മുടെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ല, ആ പൊടിയാണ് ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബെല്ലമാണ്. എല്ലാവർക്കും ബെല്ലത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. പഞ്ചസാര വെച്ചിട്ട് നമുക്ക് കിണ്ണത്തപ്പം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ബെല്ലം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3 കട്ട വെല്ലമാണ് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ തൂക്കം ഒന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 150 ഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 3 കട്ട വെല്ലം ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. നമുക്ക് പഞ്ചസാരയാണ് ഈ സമയത്ത് ചേർക്കുന്നത് എങ്കിൽ ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബെല്ലം വേഗത്തിൽ തന്നെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് ആയി കിട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ബെല്ലമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് അലിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തണുക്കാനൊന്നും വെച്ചിട്ടില്ല, ആ ചൂടോടുകൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എങ്കിൽ മാത്രം നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ എന്ന് വെച്ചാൽ കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അത്യാവശ്യം വലിയൊരു മൂടിയുടെ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ എങ്ങനെയാണ് ലൂസ് നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനത് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പാകത്തിനുള്ള മധുരമുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് അപ്പോൾ കുറച്ച് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും തട്ടും തരിയോ ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. വേണം ഞാനിവിടെ ഒരു വലിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല നൈസായിട്ടുള്ള മാവാണ് കേട്ടോ ഇതിലോട്ട് വേണ്ടത് കിണ്ണത്തപ്പത്തിന്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കാനൊന്നുമില്ല എങ്കിലും നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അരിപ്പൊടി ഒന്നുകൂടി ഫൈനായിട്ട് ഒന്നുകൂടി അരയട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കിണ്ണത്തപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലേറ്റിലാണ്. നമ്മുടെ സ്റ്റീലിൻ്റെ കിണ്ണമില്ലേ, അപ്പോൾ ആ കിണ്ണത്തിൽ ഒഴിച്ചിട്ടാണ് നമ്മുടെ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ട്രെയിലൊക്കെ ഒഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മയൊക്കെ അങ്ങനെ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കി തരുമ്പോൾ അതിൽ കുറച്ച് പൊരികടല, തേങ്ങാക്കൊത്ത് ഇത്ര മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തേങ്ങാക്കൊത്ത് കുറച്ച് വറുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പൊരികടലയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. പൊരികടല ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊരികടലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഇടുമ്പോഴാണ് കറക്റ്റ് കിണ്ണത്തപ്പത്തിൻ്റെത് വരിക. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഒരു കിണ്ണത്തിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കിണ്ണത്തപ്പം. അപ്പം ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് തന്നെ വേണമെന്നില്ല, എണ്ണയാണെങ്കിൽ അതിലോട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് നെയ്യാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത്. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തേച്ചിട്ട് നമുക്ക് പ്ലേറ്റ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇത്രയേ വേണ്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് 2 പ്രാവശ്യം ഒഴിക്കാനായിട്ടുള്ളതുണ്ട്. 1.5 കപ്പ് അളവെന്ന് പറയുന്നത് രണ്ട് കിണ്ണത്തപ്പം കിട്ടും കേട്ടോ നമുക്ക്.
അപ്പോൾ ഞാനിവിടെ വെക്കുന്നത് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് ഒന്ന് മറിച്ചിട്ടതാണ്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വെക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ വെറും 10 മിനിറ്റിൽ ഇത് നമ്മുടെ ഒരു കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കിണ്ണത്തപ്പം അവിടെ കുക്കായിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് അടുത്ത ഒന്നും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. അല്ലാതെ നമ്മൾ ധൃതി പിടിച്ചിട്ട് വേഗം കട്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റിൽ നിന്നിട്ട് പൊട്ടി വരും. അപ്പോൾ നന്നായിട്ട് തണുത്തെന്ന് പറഞ്ഞാൽ അത് തനിയെ അടർന്ന് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.